പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവ് യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നു, 57-ാം അധ്യായം, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കുവാൻ ഞാൻ അവരോടുകൂടെ വസിക്കുന്നു. ഞാൻ എന്നേക്കും കുറ്റം ആരോപിക്കുകയോ കോപിക്കുകയോ ഇല്ല. കാരണം എന്നിൽ നിന്നാണ് ജീവൻ പുറപ്പെടുന്നത്. ഞാനാണ് ജീവശ്വാസം നൽകുന്നത്. ഈശോയിൽ സഹോദരങ്ങളെ, അനുതാപം ശാന്തതയിലേക്കും സമാധാനത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നു. യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് വീണ്ടും പറയും, 57-ാം അധ്യായത്തിൽ, ദുഷ്ടൻ പ്രക്ഷുബ്ധമായ കടൽ പോലെയാണ്, അതിന് ശാന്തമാകാനാവില്ല. ദുഷ്ടന് സമാധാനം ലഭിക്കുകയില്ല. അനുതപിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞാൽ, വചനം പറയുകയാണ് യെശയ്യാ 57-ാം അധ്യായത്തിൽ തന്നെ, ഞാൻ അവനെ സുഖപ്പെടുത്തും, അവനെ കൊണ്ടുപോയി ആശ്വസിപ്പിക്കും. സമാധാനം, ദൂരസ്ഥർക്കും സമീപസ്ഥർക്കും സമാധാനം. ഞാൻ അവനെ സുഖപ്പെടുത്തും. ഈശോയിൽ സഹോദരങ്ങളെ, ആശ്ലേഷിക്കാൻ വരുന്ന ദൈവപിതാവിൻ്റെ മുന്നിൽ നിന്നു കൊടുക്കുന്നതാണ് യഥാർത്ഥ അനുതാപം, മാനസാന്തരം. ആ പിതാവിനെ നോക്കിയിരിക്കാൻ, കാത്തിരിക്കാൻ കഴിയുന്നവർക്കും മാത്രമേ മനസ്താപത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെ കൃപ ലഭിക്കുകയുള്ളൂ. മാനസാന്തരത്തിൻ്റെ കൃപ, അനുതാപത്തിൻ്റെ കൃപ ലഭിച്ചവരെ കുറിച്ച് കർത്താവ് പറയുന്നു. യെശയ്യായുടെ പുസ്തകം 49-ാം അധ്യായത്തിൽ നാം വായിക്കും, ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും. എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ലജ്ജിതരാവുകയില്ല. കർത്താവിൻ്റെ സംരക്ഷണം അനുഭവിക്കുവാനും സുരക്ഷിതരായിരിക്കുവാനും ആഗ്രഹിക്കുന്നെങ്കിൽ മനസ്സിൻ്റെ മാറ്റം, ഹൃദയത്തിൻ്റെ മാറ്റം, ജീവിത നവീകരണം ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടും. റോമാലേഖനം 12-ാം അധ്യായത്തിൽ അപ്പസ്തോലൻ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ. ദൈവമക്കളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഏവരെയും ബെത്ലഹേമിലെയും നസറത്തിലെയും ഉണ്ണിയേശു അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.